ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്നൊരു മൂൺ ലാമ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു 10-15 ടിഷ്യൂ പേപ്പർ എന്നാണ് ഇതിനെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ 4 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബലൂൺ വീർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, 4 എടുത്തിട്ടുള്ളത് ഇത്തിരി കട്ടുള്ള ടിഷ്യൂ പേപ്പർ നോക്കി എടുക്കുക. എന്നാലും നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. എന്നിട്ട് അതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളതിനെ 4 പീസായിട്ട് ഇതേപോലെ ഒന്ന് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരേപോലെ കട്ട് ചെയ്തെടുക്കാം. സ്കെയിലൊന്നും വെച്ച് അളവെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് 4 സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ബൗൾ എടുക്കണം. ആ ബൗളിലേക്ക് ഫെവിക്കോളാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഫെവിക്കോൾ MR ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വൈറ്റിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഫെവിക്കോൾ ഞാൻ ഇതേപോലെ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് വന്നില്ല, പിന്നെ അടപ്പൊക്കെ ഊരിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് വീണ്ടും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഒറ്റയടിക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ആഡ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാം. അത് അതിനകത്തേക്ക് ഞാൻ വേറെ ടേബിളിലോട്ട് മാറ്റിയിട്ടു. കാരണം എൻ്റെ വൈറ്റ് ടേബിളാണ്, സോ അതിനകത്ത് അഴുക്കാവാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ എൻ്റെ പഴയ ബ്ലാക്ക് ടേബിളിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ വീർപ്പിച്ച ബലൂണല്ലോ അതെടുക്കണം കേട്ടോ. പിന്നെ വീർപ്പിക്കാൻ നേരത്തിട്ട് അധികം വലുതാക്കണം. കാരണം അധികം വലുതാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. സോ ഞാൻ കുറച്ചേ ആക്കിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ആ ഫെവിക്കോൾ മിക്സ് ഇതില്ലേ, അതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ബലൂണിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ ഇത്തിരി കട്ടിയായിട്ട് തോന്നി, അപ്ലൈ ഭയങ്കര പാടായിരുന്നു. സോ ഞാൻ ഇത്തിരി വെള്ളം ഇട്ട് ഒന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പം ഒരു സോഫ്റ്റ് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. കട്ടിയുള്ള ബ്രഷൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ബലൂണല്ലേ പെട്ടെന്ന് തൊട്ടാൽ പൊട്ടിപ്പോവും. സോ അങ്ങനെ ചെയ്യാം. പിന്നെ അധികവും വെള്ളമാകരുത് കേട്ടോ. അധികം വെള്ളമായാലും ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ആ ഫെവിക്കോൾ തേച്ച ഭാഗത്തൊക്കെ ഇതേപോലെ ജസ്റ്റ് ടിഷ്യൂ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നുള്ളൂ ആദ്യം കേട്ടോ. ജസ്റ്റ് ഇതേപോലെ റാൻഡമായിട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഒരു ഗ്യാപ്പ് പോലും നമ്മളുടെ ആ ഒരു ബലൂണിൽ കാണാൻ പാടില്ല. നമ്മൾ ഈ ഒരു ബലൂണിന് ഈ പർപ്പിൾ കളർ ഉണ്ടല്ലോ, ആ ബലൂണിൻ്റെ കളർ കാണാൻ പറ്റാത്ത രീതിയിലാക്കണം. പിന്നെ എനിക്ക് വീണ്ടും ഇത്തിരി കൂടെ വെള്ളം ആഡ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇത്തിരി വെള്ളം ആഡ് ചെയ്തു. കാരണം നമ്മൾ ടിഷ്യൂ പേപ്പറിൻ്റെ മേളിൽ ഇത് അപ്ലൈ ചെയ്യുമല്ലേ, അപ്പോൾ ഇത്തിരി കൂടെ വെള്ളം വേണം, എന്നാലേ നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് കട്ടി കൂടുതലാണെങ്കിൽ നമുക്ക് ആ ടിഷ്യൂ പേപ്പർ പെട്ടെന്ന് ഇളകി വരും. സോ കട്ടി കുറവാക്കിയതാണ് ഞാൻ വീണ്ടും. എന്നിട്ട് നമ്മൾ എല്ലാ ടിഷ്യൂ പേപ്പർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ 4 ടിഷ്യൂ പേപ്പറിൻ്റെ പീസുകൾ മുട്ടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തേക്ക് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം ഒട്ടിക്കുന്ന വീഡിയോ കാണിച്ചിട്ടില്ല, പിന്നെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് കുറച്ചായിട്ട് ആ പർപ്പിൾ കാണാൻ പറ്റും. സോ ഞാൻ വീണ്ടും 4 ടിഷ്യൂ പേപ്പർ ഇതേപോലെ എടുത്തിട്ട് 4ആയിട്ട് നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് ആ ഒരു ലെയർ കൂടുന്നതനുസരിച്ച് നമ്മൾ ഈ ഒരു മൂൺ ലാമ്പിന് ഭംഗി കൂടത്തുള്ളൂ, പിന്നെ അത് ഇതുപോലെ സ്ട്രോങ് ആവത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എന്തായാലും 2 ലെയറെങ്കിലും മിനിമം ചെയ്യുക. ഞാനിപ്പോൾ 3 ലെയറോ 2 ലെയറോ സംതിങ് ഒന്ന് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉണക്കിയെടുത്ത ആ ബലൂണിലേക്ക് ആ ഒരു ഫെവിക്കോള് ഒന്ന് തേച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവരെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. കാരണം നമുക്ക് ഈ ഷെയർ ചെയ്യുന്നതുകൊണ്ട് വലിയ ഗുണമാണ്. നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
അങ്ങനെ ഞാൻ 3 ലെയർ എന്തോ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ബലൂണിന്. എല്ലാവരും ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ആ 3 ലെയർ ഒട്ടിച്ച ടിഷ്യൂ പേപ്പർ ഇതേപോലെ ആ ഒരു ബലൂൺ എടുത്തിട്ടുണ്ട്. അത് നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ നല്ല ഇത് കിട്ടും. പിന്നെ ഞാൻ ഇതേവരെല്ലാം ശരിയായിരുന്നു. ഇനി ചെയ്ത് ഞാൻ പണി കിട്ടിയത് എനിക്ക്. ഇത് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുത്തു. പക്ഷെ കൊടുക്കാൻ നേരത്ത് സാധാരണ ഇതുപോലെ ഒരുപാട് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട് ഈ സാധനം. ഞാനാണ് തോന്നുന്നു ലാസ്റ്റായിട്ട് ചെയ്യുന്നത്. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അവരൊക്കെ പൊട്ടിക്കുമ്പോൾ ഇതേപോലെ അകത്തോട്ട് ആ ഒരു ബലൂൺ അങ്ങ് പോകുന്നുണ്ടായിരുന്നു. എൻ്റെത് പോയില്ല. ഞാൻ എന്താ വെച്ചാൽ പണി കിട്ടി, ഇത് കളയേണ്ടി വരുമെന്ന് വിചാരിച്ച് വീഡിയോ ഒന്നും ഇടുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്തു. പക്ഷേ അത് എന്തോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവസാനം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടും അതൊന്നും അങ്ങോട്ട് പോകുന്നില്ല. അവസാനം അത് പോകാതെ അവസാനം കൈയിട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം സൂചിയൊക്കെ വെച്ച് ഞാൻ അതിന് കുത്തി നോക്കി കേട്ടോ, ഏറ്റില്ല. പിന്നെ കൈയിട്ട് വെച്ച് അതൊക്കെ ഒന്ന് വലിച്ച് പറിച്ചെടുത്തു. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ പോരുന്നുണ്ടായിരുന്നു. പക്ഷേ മൊത്തത്തിൽ അങ്ങോട്ട് വന്നില്ല. ഞാൻ ഓരോന്നായിട്ട് കുറച്ച് കഷ്ടപ്പാടായിരുന്നു. കണ്ടോ, എനിക്ക് വീഡിയോയിൽ കാണാൻ മനസ്സിലാവും. അങ്ങനത്തെ ഇങ്ങനെ പകുതി ഇങ്ങനെ ഇരിക്കുന്നതാണ്. അങ്ങനെ പകുതി ഞാൻ എങ്ങനെയൊക്കെയോ കുത്തി ഇളക്കി അവസാനം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് ഒന്ന് കത്തിച്ച് വെക്കാം കേട്ടോ. അതിൽ ഫെയറി ലൈറ്റ് ഉണ്ടെങ്കിൽ അത് വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എൻ്റെ കയ്യിൽ ഫെയറി ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് കത്തിപ്പോയി, തീർന്നു, ചാർജ് തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പുതിയത് മേടിക്കണം. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് അത് കുറച്ചും കൂടെ ഒത്തിരി നല്ല സർക്കിളാക്കാൻ വേണ്ടി നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്കിലും അങ്ങും ഇങ്ങുമൊക്കെ ബലൂണിൻ്റെ ആ ഒരു അംശം പറ്റിയിരിക്കുന്ന നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഇതങ്ങ് കളയാം കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ക്യാൻഡിൽ ലൈറ്റാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫെയർ ലൈറ്റൊക്കെ വെച്ച് ഒത്തുകൂടെ ഭംഗിയായിരിക്കും. ഇതാണ് നമ്മളെ രാവിലത്തെ ലുക്ക്. ലൈറ്റ് ഉള്ളപ്പോൾ ലുക്ക് കേട്ടോ. നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണാം. പക്ഷേ ഇതിനകത്ത് ഞാൻ മൂൺ ലാമ്പാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു ഒരു സൂര്യനെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ ലൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും.